പ്ലസ് എന്ന വിദ്യാഭ്യാസ ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടേത് പുതിയൊരു വിഷയമാണ്. നമുക്ക് നോക്കാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഏതാനും തസ്തികകളിലേക്ക് കൂടി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഗസറ്റ് നോട്ടിഫിക്കേഷൻ 30/11/2021 പ്രകാരം കാറ്റഗറി നമ്പർ 549/2021 മുതൽ കാറ്റഗറി നമ്പർ 592/2021 വരെയുള്ള 44 തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അവസാന തീയതി 5/1/2020 എന്നാണ്. 5/1/2021 അതിനു മുമ്പോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇതിനു മുമ്പ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ 15/11/2021 പ്രകാരം 505/2021 മുതൽ 548/2021 വരെയുള്ള തസ്തികകളുടെ അപേക്ഷ ക്ഷണിച്ച വിവരവും അതിനെ പറ്റിയുള്ള അറിയിപ്പുകളും എപ്പിസോഡ് നമ്പർ 54 കൊടുത്തിരുന്നു. കാണാത്തവർ കാണുക. അതിൻ്റെ അവസാന തീയതി അവസാനിച്ചിട്ടില്ല. 22/12/2021 ഏതാനും ദിവസങ്ങൾ കൂടിയുണ്ട്. അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ബന്ധപ്പെട്ട തസ്തികകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഗസറ്റ് നോട്ടിഫിക്കേഷൻ നോക്കുക. ഗസറ്റ് ഡേറ്റ് 30/11/2021. കാറ്റഗറി നമ്പർ 549/2021 മുതൽ 592/2021 വരെ 44 കാറ്റഗറികളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. ലാസ്റ്റ് ഡേറ്റ് നോക്കുക 5/1/2022 ജനുവരി 5-ാം തീയതി 2022 ജനുവരി 5-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. നമുക്ക് നോക്കാം. തസ്തിക 549/2021 പ്രകാരം ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അടുത്തത് നോക്കുക. അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് കാറ്റഗറി നമ്പർ 550/2021. 551/2021 നോക്കുക. അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് നിയമനം. അടുത്തത് 552/2021 ബൈ ട്രാൻസ്ഫർ നിയമനമാണ്. മെഡിക്കൽ ഓഫീസർ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. 553/2021 സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിലാണ് നിയമനം. നമുക്ക് ഇതിൻ്റെ ഒരു വിശദവിവരങ്ങൾ ഒന്ന് നോക്കാം. വിശദവിവരങ്ങൾക്ക് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്താൽ അതിനെ പറ്റിയുള്ള വിവരങ്ങൾ വരുന്നതാണ്. നമുക്ക് നോക്കാം. ഗസറ്റ് ഡേറ്റ് 30/11/2021 ആണെന്ന് പറയുകയുണ്ടായി. ലാസ്റ്റ് ഡേറ്റ് 5/1/2022 ആണ്. കാറ്റഗറി നമ്പർ 553/2021 ആണ്. Applications are invited online only from qualified candidates for appointment in the undermentioned post. Before applying for the post, candidates should register as per the on-time registration through the official website of Kerala Public Service Commission. Candidates who have already registered can apply through the profile. Candidates who have Aadhaar card should add ആധാർ കാർഡ് ആസ് ID പ്രൂഫ് ഇൻ ദെയർ പ്രൊഫൈൽ. ഇവിടെ പറഞ്ഞ് ശ്രദ്ധിക്കുക. ഇതിൽ അപേക്ഷിക്കണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. 1 ടൈം രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ആധികാരിക സൈറ്റ് ഉണ്ട്. തുളസി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിൽ 1 ടൈം രജിസ്ട്രേഷൻ നടത്തിയിരിക്കേണ്ടതാണ്. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള വേക്കൻസികളിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഈ കാറ്റഗറിയെ പറ്റിയുള്ള വിശദവിവരങ്ങൾ നോക്കാം. നെയിം ഓഫ് ഫേം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് സബ് എഞ്ചിനീയർ.
സ്കെയിൽ ഓഫ് പേ നോക്കുക 41,600, 82,400. നമ്പർ ഓഫ് വേക്കൻസി നോക്കുക 131. ഇനി നമുക്ക് അതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നോക്കാം. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാവുന്നത്. അതായത് 2185-നും 11-2003 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ക്വാളിഫിക്കേഷൻസ് നോക്കുക. ജനറൽ ക്വാളിഫിക്കേഷനായി 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനായി താഴെ പറയുന്ന ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടായിരിക്കണം. ഒന്നാമത്തത് ഇലക്ട്രിക്കലിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ ഡിപ്ലോമ, 3 കൊല്ലത്തെ ഡിപ്ലോമ നേടിയിരിക്കണം. എഞ്ചിനീയറിംഗ്, ബന്ധപ്പെട്ട വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഗസറ്റ് ഡേറ്റ് 30/11/2021 പ്രകാരം 5/1/2022 ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ള കാറ്റഗറി നമ്പർ 553/2021 പറ്റിയുള്ള വിശദ വിവരങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇതുപോലെ ഓരോ തസ്തികയെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾ നോക്കേണ്ടതാണ്. നോക്കിയ ശേഷം അപേക്ഷയെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറി നോക്കുക. ടൗൺ പ്ലാനിംഗ് സർവേയർ ഗ്രേഡ് 1, ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ 554/2021. 555/2021 നോക്കുക. ജൂനിയർ ഇൻസ്ട്രക്ടർ ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ് ഡിപ്പാർട്ട്മെന്റ്. അടുത്തത് കാറ്റഗറി നമ്പർ 556/2021 അസിസ്റ്റന്റ് പ്രൊജക്ട് എഞ്ചിനീയർ കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലാണ് നിയമനം. 557/2021 കാറ്റഗറി നമ്പർ പ്രകാരം പമ്പ് ഓപ്പറേറ്റർ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലെ യൂണിവേഴ്സിറ്റികളിലുള്ള നിയമനമാണ്. അടുത്തത് ലോവർ ഡിവിഷൻ ക്ലർക്ക് കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് കാറ്റഗറി നമ്പർ 558/2021. 559 കാറ്റഗറി നമ്പർ പ്രകാരം ലോവർ ഡിവിഷൻ ക്ലർക്ക് ബൈ ട്രാൻസ്ഫർ ആണ് നിയമനം. ഇതേ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്, മുകളിൽ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. അടുത്തത് 560/2021 കാറ്റഗറി നമ്പർ പ്രകാരം ഡ്രൈവർ ഗ്രേഡ് 2 പാർട്ട് 1 ജനറൽ കാറ്റഗറി കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ആണ്. 561 ഇതേ ഡിപ്പാർട്ട്മെന്റിൽ ഗ്രേഡ് 2 പാർട്ട് 2 ഡ്രൈവറെ തസ്തിക ഒഴിവുണ്ട്. അടുത്തത് നോക്കുക. ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് 562/2021 എന്ന കാറ്റഗറിയുടെ വിശദ വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഗസറ്റ് ഡേറ്റ് 30/11/2021, ലാസ്റ്റ് ഡേറ്റ് 5/1/2022 ആണ്. കാറ്റഗറി നമ്പർ 562/2021 ആണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് നിയമനം. ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി സ്കെയിൽ ഓഫ് പേ 29,200, 62,400 പ്രീ റൈസ്ഡ് സ്കെയിലാണ്. ഓരോ ജില്ലയിലുള്ള വേക്കൻസികളുടെ എണ്ണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം 7, കൊല്ലം 5, പത്തനംതിട്ട 3, എറണാകുളം 2, പാലക്കാട് 7, മലപ്പുറം 6, വയനാട് 1, കണ്ണൂർ 5, കോഴിക്കോട് 3. ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് അപേക്ഷിക്കാവൂ. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് നോക്കുക. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. പ്രായപരിധി 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ളവരാണ് അപേക്ഷിക്കേണ്ടത്. അതായത് 2/1/1981 1/1/2003 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഇനി യോഗ്യത സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇന്ത്യയിൽ ഒരു ഡിഗ്രി പാസ്സായിരിക്കണം. അതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു യോഗ്യത നേടിയാലും മതി. ട്രെയിനിങ് ക്വാളിഫിക്കേഷൻ BEd, BTLT ഇവയിലൊന്നോ താഴെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രെയിനിങ് യോഗ്യതയോ നേടിയിരിക്കണം. കൂടാതെ എല്ലാ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിരിക്കണം. CTET, NET, SET, MPhil, PhD
എന്നീ യോഗ്യതകൾ നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് കേട്ടറ്റ് പാസ്സാകേണ്ടതില്ല. ഇത്രയുമാണ് ഇതിനെപ്പറ്റിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ. അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾ മുഴുവൻ വായിച്ച് മനസ്സിലാക്കിയ ശേഷം അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തിക നോക്കാം. ലോവർ ഡിവിഷൻ ക്ലർക്ക്, ബാർബിൽ കളക്ടർ, കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ സർവീസ്, കാറ്റഗറി നമ്പർ 563/2021. 564/65/2021 നോക്കുക. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫോളോയിങ് സബ്ജക്ട്സ്. ഇത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. SC STക്ക് മാത്രമുള്ളതാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് നിയമനം. ഇവിടുന്ന് താഴേക്കുള്ളത് മുഴുവനും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുകളാണ്. നമുക്കൊന്ന് നോക്കാം. 566/2021 സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ST ഓൺലി ആണ്. ഇവിടെ നോക്കുക, തഹസിൽദാർ ബാർ സീനിയർ സൂപ്രണ്ട് ആണ്. അടുത്ത വേക്കൻസി നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ ഇംഗ്ലീഷ് ജൂനിയർ ST ഓൺലി. 567/2021 ആണ് കാറ്റഗറി നമ്പർ. കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് നിയമനം. 568/2021 SC/ST ആണ്. ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ആണ്. തസ്തികയുടെ പേര്. ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലാണ് നിയമനം. 569/2021 തസ്തിക ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ആണ്. SC ആൻഡ് ST ഓൺലി റിസർവേഷൻ ആണ്. കാറ്റഗറി നമ്പർ 570/2021 പ്രകാരം ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ആണ്. ST ഓൺലി ആണ് റിസർവേഷൻ. 571/2021 കാറ്റഗറി നമ്പർ പ്രകാരം അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ജനറൽ സർജറി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ്. NCA ആണ്. നോ കാൻഡിഡേറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ള റിസർവേഷൻ കാറ്റഗറിയാണ്. SIUCN വിഭാഗത്തിനുള്ളതാണ്. അടുത്തത് കാറ്റഗറി നമ്പർ 572/2021 കാറ്റഗറി നമ്പർ പ്രകാരം അസിസ്റ്റന്റ് മറൈൻ സർവേയർ ഹൈഡ്രോഗ്രാഫിക് സർവേവിംഗ് ആണ്. 573/2021 തസ്തിക നമ്പർ പ്രകാരം ജൂനിയർ സിസ്റ്റം ഓഫീസർ സെക്കൻഡ് NCA EBT വിഭാഗങ്ങൾക്ക് റിസർവേഷൻ ചെയ്തിരിക്കുന്ന വേക്കൻസിയാണ്. കേരള കോപ്പറേറ്റീവ് മിൽക്കിംഗ് ഈഴവബില്ലവത്തീയ വിഭാഗങ്ങൾക്ക് റിസർവേഷൻ ചെയ്തിരിക്കുന്ന NCA പോസ്റ്റാണ്. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ആണ്. 574/2021 നോക്കുക. പ്യൂൺ വാച്ച്മാൻ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഫ്രം പാർട്ട് ടൈം എംപ്ലോയീസ് ഇൻ KSFE ലിമിറ്റഡ്. KSFE ലിമിറ്റഡിലുള്ള പാർട്ട് ടൈം എംപ്ലോയീസിന് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് പ്രകാരം നിയമിക്കാനുള്ള വേക്കൻസികളാണിത്. KSFE ലിമിറ്റഡ് ആണ്. NCA SCC വിഭാഗങ്ങൾക്ക് റിസർവേഷൻ ചെയ്തിരിക്കുന്നതുമാണ്. 575/2021 മാർക്കറ്റിംഗ് ഓർഗനൈസർ സൊസൈറ്റി കാറ്റഗറി NCA ആണ്. SC വിഭാഗങ്ങൾക്കുള്ള. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലാണ് നിയമനം. 576/2021 നോക്കുക. സെക്യൂരിറ്റി ഗാർഡ് ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡിലാണ് നിയമനം. OBCക്കുള്ള NCA കാറ്റഗറിയാണ്. 577/2021 നോക്കുക. ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ അറബിക് LP സ്കൂളുകളിലേക്കുള്ളതാണ്. SCക്കുള്ള NCA നിയമനമാണ്. NCA കാറ്റഗറിയാണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് നിയമനം. 578 മുതൽ 582 വരെയുള്ള കാറ്റഗറികൾ വിമൺ സിവിൽ എക്സസൈസ് ഓഫീസറാണ്. SIS ഡിപ്പാർട്ട്മെന്റിലുള്ള നിയമനമാണ്. 583/2021 അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ്. SCCക്കുള്ള NCA നിയമനമാണ്. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലാണ് നിയമനം. 584 മുതൽ 592 വരെയുള്ള കാറ്റഗറികൾ ക്ലർക്ക്, കാഷ്യർ, സൊസൈറ്റി കോട്ടയിൽ NCA നിയമനമാണ്. SC ST MLC ആംഗ്ലോ ഇന്ത്യൻ SICN SCC D HN OBC വിഭാഗങ്ങൾക്കുള്ള NCA നിയമനമാണ്. ഇത്രയുമാണ് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം കോൾ ഫോർ ചെയ്തിട്ടുള്ള തസ്തികകൾ.
നമ്മൾ ഇതുവരെ PSCയുടെ ജനറൽ സൈറ്റിലാണ് എല്ലാ വിവരങ്ങളും കണ്ടത്. ഇനി അപേക്ഷിക്കേണ്ട ഉദ്യോഗാർത്ഥികൾ ഇവിടെ നോക്കുക. tulasi.psc.kerala.government.in എന്ന ഈ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഈ സൈറ്റിലാണ് സൈൻ ഇൻ ചെയ്ത് കയറേണ്ടത്. നമുക്ക് ഇതൊന്ന് പരിശോധിക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നോക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ തുളസി എന്ന് കാണുന്നത് ഈ സൈറ്റിൽ യൂസർ ID-യും പാസ്വേഡും ആക്സസ് കോഡും ലോഗിൻ ചെയ്താണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ആദ്യമായി നമുക്ക് യൂസർ ID-യും പാസ്വേഡും ലഭിക്കേണ്ടതുണ്ട്. അതിന് വൺ ടൈം രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ്. വൺ ടൈം രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടി ന്യൂ രജിസ്ട്രേഷൻ എന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഈ വിൻഡോയിൽ നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മറ്റു വിവരങ്ങൾ, നമ്മുടെ യോഗ്യതയും അതുപോലെ പരിചയവും ഒക്കെ അടങ്ങുന്ന എല്ലാ വിവരങ്ങളും ഇതിൽ ശരിയായി എൻ്റർ ചെയ്ത് നമ്മുടെ സിഗ്നേച്ചർ, ഫോട്ടോ എന്നിവ അപ്ലോഡ് ചെയ്ത് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷമേ നമുക്ക് PSCയിൽ കോൾ ഫോർ ചെയ്തിരിക്കുന്ന ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം ഉദ്യോഗാർത്ഥികൾക്ക് കൊടുത്തിരിക്കുന്ന തസ്തികകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കാൻ നേരത്തെ പറഞ്ഞ പ്രകാരം ഇവിടെ നോക്കാം. വീണ്ടും നമ്മൾ ഇവിടെ തുളസി സൈറ്റിൽ ബ്രൗസ് ചെയ്യുന്നു. വൺ ടൈം രജിസ്ട്രേഷനിൽ ലഭിച്ച യൂസർ ID, പാസ്വേഡ്, ഇവിടെ കൊടുത്തിരിക്കുന്ന ആക്സസ് കോഡ് ഇവ എൻ്റർ ചെയ്ത് ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സൈറ്റിലേക്ക് എത്തുന്നതാണ്. അതിൽ വേക്കൻസികളൊക്കെ നോക്കുക. ബന്ധപ്പെട്ട വേക്കൻസികളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ വിടാം.